നെഞ്ചുലയ്ക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിൽ ഒരു വൻ ദുരന്തമുണ്ടായിരിക്കുന്നു. ഒരു സ്കൂൾ അപ്പാടെ തകർന്നു വീണ് 65 കുട്ടികൾ ആ മണ്ണിനടിയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഇസ്ലാമിക സ്കൂൾ കെട്ടിടമാണ് തകർന്നു വീണത്. പ്രാർത്ഥനയ്ക്കിടെയാണ് ഇത് തകർന്നു വീണതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. AP റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞത് 65 വിദ്യാർത്ഥികളെങ്കിലും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ഭയപ്പെടുന്നു. 2025 സെപ്റ്റംബർ 29 തിങ്കളാഴ്ച പ്രാർത്ഥന നടക്കുന്നതിനിടെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം ഡസൺ കണക്കിന് വിദ്യാർത്ഥികളുടെ മേൽ തകർന്നു വീണുവെന്ന് അധികൃതർ പറഞ്ഞു. ദുരന്തത്തിൽ ഒരു വിദ്യാർത്ഥി മരിക്കുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും 12നും 17നും ഇടയിൽ പ്രായമുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കെട്ടിടം തകർന്നു വീണയുടനെ പ്രദേശം അരാജകത്വത്തിലായി എന്നുള്ളതാണ്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും സ്കൂൾ ക്യാമ്പസുകളിലും ആശുപത്രികളിലുമായി തടിച്ചുകൂടുന്ന കാഴ്ച നമ്മൾ കണ്ടു. കമാൻഡ് പോസ്റ്റിൽ സ്ഥാപിച്ചിരുന്ന നോട്ടീസ് ബോർഡ് പ്രകാരം 65ഓളം വിദ്യാർത്ഥികളെ ഇപ്പോഴും കാണാനില്ല എന്നത് ശ്രദ്ധേയമാണ്. കാണാതായ പട്ടികയിൽ തങ്ങളുടെ കുട്ടികളുടെ പേരുകൾ കണ്ടപ്പോൾ നിരവധി മാതാപിതാക്കൾ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓക്സിജനും വെള്ളവും എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അതിഭീകരമായി നടക്കുകയാണ്. രക്ഷാപ്രവർത്തകരും പോലീസുകാരും സൈനികരും ചേർന്ന് ഒരു രാത്രി മുഴുവൻ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പരിക്കേറ്റ 8 വിദ്യാർത്ഥികളെ ഇതുവരെ പുറത്തെടുത്തു. ഓക്സിജൻ സിലിണ്ടറുകളും വാട്ടർ ബോട്ടിലുകളും ഉപയോഗിച്ച് കുഴിച്ചിട്ട വിദ്യാർത്ഥികളെ അതിജീവിക്കാൻ രക്ഷാസംഘം ഇപ്പോൾ ശ്രമിക്കുന്നു. അതിനടിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ രക്ഷാസംഘം ഇപ്പോൾ ശ്രമിക്കുന്നു. എന്നിരുന്നാലും രക്ഷാപ്രവർത്തനം വളരെ ബുദ്ധിമുട്ടേറിയതായി മാറിയിരിക്കുന്നു. കാരണം കനത്ത കോൺക്രീറ്റ് സ്ലാബുകളും തകർന്ന കെട്ടിടത്തിൻ്റെ അസ്ഥിരമായ ഭാഗവും എപ്പോൾ വേണമെങ്കിലും വീണ്ടും ബാക്കി ഭാഗങ്ങൾ കൂടെ തകർന്നു വീണേക്കാം. കുട്ടികൾ അതിനടിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ തിരിച്ചെടുക്കാനുള്ള ദൗത്യത്തിനിടയിൽ വീണ്ടും കെട്ടിടം തകർന്നതിന് മുകളിലേക്ക് വീണാൽ അവരുടെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഭാരമേറിയ യന്ത്രങ്ങളുടെ ഉപയോഗം കുറച്ചിരിക്കുകയാണ്. യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുന്നു ഇപ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ടീം. കാരണം ഇത് അമിതമായ മണ്ണൊലിപ്പിന് കാരണമാവുകയും വിദ്യാർത്ഥികളുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യുമെന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇപ്പോൾ വിശദീകരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.